ദൂരമെത്ര അകന്നാലും കാലമെത്ര കഴിഞ്ഞാലും കാത്തിരിക്കുകയാണ് ഒരു തിരിച്ചുവരവനായി. വഴിയറിയാതെ ദിക്കുതെറ്റിപ്പോയ തൻ്റെ മകന് വേണ്ടിയുള്ള ഒരു ജനകൻ്റെ കാത്തിരിപ്പ്. പോയ വഴിയെല്ലാം അന്വേഷിച്ചു കണ്ടുകിട്ടിയില്ല. ഈ കാത്തിരിപ്പ് ഇനിയും തുടരും, മരണം വരെ, അല്ല, തിരിച്ചു വരുന്നത് വരെ. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. കാലത്ത് തൊട്ടിരിക്കണേ ഇപ്പ എത്ര നേരമായിന്നറിയോ ഇതിന്റെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ചോദിക്കണ്ട, ഒന്നും പറയണ്ട, എന്തെങ്കിലും വാ തുറന്നൊന്നും എന്തെങ്കിലും പറയണ്ടേ? ഒരക്ഷരമൊന്നും പറയണില്ല എന്താന്നുള്ളത്. എനിക്കറിയില്ല അപ്പ, എന്നോടും പറഞ്ഞിട്ടില്ല ചേട്ടൻ. ഒരു മിനിറ്റ് ജോയിലേ, ഒരു മിനിറ്റ്. അപ്പൊ ഒന്നും മിണ്ടാണ്ടിരിക്കേ, ചേട്ടൻ വല്ല പറയൂ. നിനക്ക് എന്താണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്താന്ന് പറയടാ ജോയിലെ. ഒരു മിനിറ്റ് അപ്പച്ച, ഞാൻ നോക്കട്ടെ. ഇപ്പൊ ആൾക്കാരെ ഭ്രാന്തനാക്കിട്ട് എന്താ കാര്യം നീ പറഞ്ഞോളൂ. നിനക്ക് ഒരു മിനിറ്റ് അപ്പച്ച, അതൊരു പ്രധാന, ഞാൻ നോക്കട്ടെ, പറയാം. നിനക്ക് വലുതറിയോ? എനിക്കും അറിയില്ല, രാവിലെ തൊട്ട് ഇരിക്കണ ഇരിപ്പാ ചേട്ടൻ. അപ്പച്ചാ എന്താ ഇപ്പോഴാണ് ഒരു സമാധാനായേ. ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനമായിരുന്നു. എന്റെ ജോലിക്കുള്ള ഓഫർ ലെറ്റർ എത്തി. അതെയാ, അപ്പൊ എന്റെ ജോലി ഫിക്സ് ആയി. നമ്മുടെ പ്രാർത്ഥനക്ക് സമാധാനായി. രാവിലെ തൊട്ട് തലവേദന എനിക്കായിരുന്നു. എന്നിട്ട് രാവിലെ വരുന്ന പറഞ്ഞതാണേ, ഇപ്പോഴാണ് എത്തിയത്. അപ്പൊ അങ്ങനെ ജോലി സമാധാനത്തോടെ ഫിക്സ് ആയി. എനിക്ക് സന്തോഷം പിടിച്ചിരിക്കാൻ പറ്റില്ല. അല്ല, നിനക്ക് ജോലി എവിടെ നിന്ന് കിട്ടിയത്? ഇത് ഹൈദരാബാദിലുള്ള കമ്പനിയാ, വലിയ കമ്പനിയാ. അതെയാ? ശമ്പളമൊക്കെ ഉണ്ടാവും? ശമ്പളം 1 ലക്ഷം എന്തായാലും ഉണ്ടാവും. അതെയാ? അല്ല, അപ്പൊ നിനക്ക് എന്നാ പോണ്ടി വരിക? 2-3 ദിവസത്തിനുള്ളിൽ പോണ്ടി വരും. 2-3 ദിവസം? അതിന് ഡേറ്റ് പറഞ്ഞിട്ടില്ല, എന്നാലും 2-3 ദിവസത്തിനുള്ളിൽ വരും. ഞാൻ എന്തായാലും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയട്ടെ. അത് വിളിക്കുക, ഫ്രണ്ട്സിനെ വിളിക്കും. ജോലി പറഞ്ഞു കേട്ടോ, 2-3 ദിവസത്തിനുള്ളിൽ പോണ്ടി വരുന്ന. അതെന്തായാലും ജോലി കിട്ടിയോ, അതെനിക്ക് സമാധാനമായി. സന്തോഷമുണ്ട്. ടെസ്റ്റ് എന്തൊക്കെ മേടിക്കണ്ടേ? അത് ശരിയാണല്ലോ. അതെ അപ്പച്ച, അവര് ടെസ്റ്റ് എടുക്കുമ്പോ എനിക്കും ടെസ്റ്റ് വേണം. എനിക്ക് മേടിക്കില്ല. ഇന്ന് സമാധാനം ശരിയാ. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കട്ടെ. പൈസ എന്റെ അവിടുത്തെ പൈസ എന്തെങ്കിലും ചെയ്യാം, കാര്യം നടക്കട്ടെ, ചെറുക്കം പോട്ടെ. ശരി. അപ്പച്ചാ, ഫ്രണ്ട്സ് പാർട്ടി വേണമെന്നൊക്കെ പറയുന്നത്. നീ സമാധാനിക്കേ, നീയും നല്ല ഫ്രണ്ട്സിനൊക്കെ വിളിക്കേ, നമുക്കത് അടിപൊളിയാക്കാം. ഈ ഒരു കാര്യം ചെയ്തോ, നമ്മുടെ വലിയന്മാരെ ഇളയന്മാരൊക്കെ വിളിച്ചോ, അപ്പൊ അടിപൊളിയായിക്കോട്ടെ. അത് മറക്കണ്ട, എല്ലാരും ഇപ്പൊ വിളിച്ചോ. എന്നാ ഞാന് ഫ്രണ്ട്സിനെ വിളിക്കട്ടെ. വിളിക്കും. എന്തായാലും നമുക്ക് ജോലി കിട്ടിയതല്ലേ, നമുക്കത് ആഘോഷിക്കാം നമുക്ക്.
I was running wild, fell in love with the chase. I've been up and down and all over the place, wasting all my days and nights, never feeling satisfied. Putting on a smile, I was keeping a faith, but there's no imitating what I found in your grace. All the things I left behind, as shadows now I've seen the light. സർ ദിസ് ദൈവം എന്തൊട്ട് പറയണോ? മലയാളമാണോ? ആ, എന്താണ് വേണ്ട? ഞാൻ ഈ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വന്നാണ്. അപ്പൊ ഇത് എവിടെയാന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നമ്മളെ കമ്പനി ഈ കാണുന്നത്. ആ അതല്ലേ, ഈ കമ്പനിയുടെ സെക്യൂരിറ്റിയാണ് ചേട്ടൻ. എന്താ വേണ്ട? ഞാന് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. അപ്പൊ ഈ ഓഫീസ് എപ്പോഴാ തുറക്കുക? തുറക്കം 9 മണിയൊക്കെ ആവും. ഒരു 8:30 ആകുമ്പോഴേക്കും ആളുകൾ സ്റ്റാഫുകൾ വന്നു തുടങ്ങും. അപ്പോ നമ്മുടെ ഓഫീസിന്റെ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാ വരുന്നത്? അക്കോമഡേഷൻ കമ്പനി വകയാണ്. റൂമും എല്ലാം കമ്പനിയിലാണ്. നല്ല ഭക്ഷണമൊക്കെ ഉണ്ട് അവിടെ. ഇനി കുറച്ച് കുട്ടികളൊക്കെ അപ്പുറത്ത് ടൗണിലെ റൂം എടുത്തിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയും ഭക്ഷണം ഉണ്ട്, കാര്യങ്ങളൊക്കെ അവിടെ. വലിയ കുഴപ്പമില്ലല്ലോ. ചേട്ടൊക്കെ ഇവിടെ തന്നെയല്ലേ കഴിക്കണേ. ഇവിടെ നല്ല ഭക്ഷണ. പക്ഷെ അതിന് സൗകര്യങ്ങൾ കൂടുമ്പോ ആളുകള് ടൗണിലേക്ക് ഇറങ്ങണു, അത്രേ ഉള്ളൂ. പിന്നെ ഹൈദരാബാദിലെ സ്ഥലം ഒരു എൻജോയ്മെന്റ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കണത്, ഇവിടെ പള്ളി അടുത്തുണ്ടാ? പള്ളിയാ? പള്ളി നോക്കിയ കണ്ട ആ കാണുന്ന അറ്റത്ത് കണ്ട ഒരു വെള്ള കളറില് ആ കുന്നിന്റെ അവിടെ, അതാണ് നമ്മളെ പള്ളി. അതല്ലേ? ഓ സമാധാനം. ശരി എന്നാ ഞാൻ ജോയിൻ ചെയ്യട്ടെ. ആയിക്കോട്ടെ. മോനെ, അതെ 6 മണിക്ക് ചേട്ടൻ പള്ളി പോകുന്നുണ്ട്. ഉണ്ടെങ്കിൽ വിളിക്കാം. വരാൻ ഞാൻ നോക്കാം. ശരി. Sir, good morning. अरे क्या भैया, I'm so busy. Sir, good morning, sir. Morning. അല്ല, എന്താ എന്റെ പ്രശ്നം? My name is Joel. അതെന്താ പ്രശ്നം? I am new joining here, so I need my cabin. നീ ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊല്ലാറ. നീ മലയാളില്ലേ? അതെ, ഞാൻ മലയാളം. സാറിന് എങ്ങനെ മനസ്സിലായി? അത് നീ ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മനസ്സിലായി. ഞാനീ ഹൈദരാബാദൊക്കെ വന്നപ്പോ. ഹൈദരാബാദ് അവിടെ നിൽക്കുന്നത്? നീ നാട്ടിലിപ്പോ എവിടെയാ? ഞാന് തൃശ്ശൂരാണ്. തൃശ്ശൂരാണോ? അവിടെ തൃശ്ശൂരില് ഗുരുവായൂരൊക്കെ ആയിട്ട് വരും. ഗുരുവായൂര് അവിടെ പൂനമുച്ചി. പൂനമുച്ചിയിലാണോ? ചേട്ടന് പൂനമുച്ചി അറിയോ? അല്ല, നമ്മുടെ ഈ കമ്പനിയിലെ മെയിന് ആരാ? ഇവിടെ മെയിനായിട്ട് അഭിയുണ്ട്, സൂരജ് ഉണ്ട്, രാഹുലുണ്ട്, പിന്നെ ജോണ്ട്. പേരും ഇവരൊക്കെ ആരാ? നിനക്ക് അഭിനറിയില്ല? എനിക്ക് അത്ര പെടുത്തല്ലേ. രാഹുല നിനക്ക് ഇല്ല, ഞാൻ അപ്പൊ പിന്നെ നിനക്ക് സൂര്യനെ അറിയുമോ? സത്യം പറയാൻ എനിക്കറിയില്ല. ജോനെ അറിയണ്ടോ നിനക്ക്? ഞാൻ സത്യം പറയല്ലേ, ഞാൻ ഇന്ന് വന്നപ്പോൾ എനിക്ക് പറഞ്ഞ ആൾക്കാര് ഇവരൊക്കെ ആരാണ്? ഈ കാണുന്ന ഞങ്ങൾ തന്നെ. അതെ, അല്ല നിന്റെ ഫസ്റ്റ് ഡേ ഇല്ലത്? അതെ, ഞാൻ ഇന്ന് ഇപ്പൊ. അതെ, ജോലിന്റെ നൈറ്റ് എന്താ പരിപാടി? എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ചെറുതന്നെ ഞങ്ങൾക്ക് വേണ്ട.
പിന്നെ വലുതും പറ്റൂല എനിക്ക്. അങ്ങനെ ഒരു പരിപാടി തന്നെ. ഞങ്ങളായിട്ട് നമ്മൾ പള്ളിയിൽ പോകാനൊരു മൈൻഡായിരുന്നു. അല്ലടാ നിനക്ക് എത്ര വയസ്സായി? അത് ചോദിക്കാൻ മറന്നു. അപ്പോ കഴിഞ്ഞ മാസം 25 25 വയസ്സാ? ഈ 25 വയസ്സ് വരെ പള്ളി പോയില്ല മോന്. അതന്നെ കൂടുതലാട്ടാ. നിനക്ക് പള്ളിന്ന് സമ്മാനം കിട്ടണ്ട. ഇല്ല. അതെ നീ വന്നേ പള്ളി അമ്പലത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് പള്ളിയിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അല്ല അന്ന് ഞാൻ ഇല്ല കുഴപ്പമില്ല, കാണിച്ചു തരാം. എന്നാലും കാണിച്ചു തരാം. അല്ല നമ്മുടെ പുതിയ ആളവിടെ കൊണ്ടെന്ന് പറഞ്ഞ അയ്യപ്പി കൊടുന്നിരിക്കും കേട്ടാ. എന്നിട്ട് എവിടെ? നീ ഇപ്പൊ എന്നെ ഫിറ്റായ എടാ തന്നെ മത്തങ്ങ കണ്ണ് തുറന്നു കാണ്. ഇനി ആരി വരണേ? ആ കണ്ട് പൊളിക്കല്ലേ? ഐശ്വര്യ ഇങ്ങോട്ട് തുടങ്ങത്. എന്നാ സാധനം ഈ സാധനം പിടിച്ച ഒന്നങ്ങോട്ട് പിടിപ്പിച്ചോണ്ട്. ഏയ് വേണ്ട എനിക്ക് വേണ്ട. ഞാൻ ഒഴിച്ചു കൊടുത്തിടക്ക ഇപ്പൊ എന്നൊക്കെ വലിയ നിലയിൽ നിക്കണേ. അതെ ജയിലിലാന്ന് മാത്രം. എന്തേലും ആവട്ടെ, നീ പിടിച്ചതാണ്. വേണ്ട, ശരിയാവില്ല. വീട്ടിലൊക്കെ അറിഞ്ഞ പ്രശ്നമാവും. എടാ ഇതൊന്നും വീട്ടിലറിയാൻ പോണില്ല. ഇപ്പൊ ഞാൻ തന്നെ 17 വർഷമായി. പക്ഷെ വീട്ടിൽ ഞാനിപ്പോഴും ഉണ്ണിഷോയാ കേട്ടാ. അത് ശരിയാവില്ല. വേണ്ട. അവന് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ കൊടുക്കണേ? നീ ഒന്നും മിണ്ടാതിരുന്നേ. അവനാ രുചി ഒന്നും നുണയട്ടെ. അതന്നെ നീ സാധനം കുടിച്ചിറങ്ങട്ടെ. ഓ ഒരു കോള് നേരാണ്. അയ്യോ അപ്പന്റെ കോളാ. അപ്പന് കൊടുക്കാളൊന്നുമില്ല. എടാ ഇന്ന് അവന്റെ ആദ്യത്തെ ദിവസമല്ലടാ, അവനൊന്ന് സംസാരിക്കട്ടേന്ന്. നീ വേഗം വിളിച്ചിട്ട് വേഗം കട്ടാക്ക്. അപ്പൊ കുറച്ച് നേരം വിളിക്കാം. ഞാൻ ലേശം ബിസിയാ. പിന്നെ വിളിക്കാം. മതി. ഞാൻ കേറ്റിയ സാധനം അങ്ങനെ കേറണം കേട്ടെ. അടിച്ച് കയറി വാങ്ങട്ട് കഴിച്ച നീ. സാത്താനെ ക്ഷണിക്കരുതേ, ദൈവത്തെ മറക്കരുതേ.
ആ ഹലോ, എവിടെയാണ്? എന്തിനാ? ആ അത് ശരി, ഞാൻ കുറച്ചേരെ വിളിക്കാൻ പറഞ്ഞത്. ആ അത് ശരി. ആ നൈറ്റ് എന്താ പരിപാടി? എന്തിട്ട്? ആ എന്നാ അതൊന്നും വേണ്ട, ഇന്ന് അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിൽ വാ. ഇന്ന് ശമ്പളം കിട്ടണ ദിവസമല്ലടാ. ആ ശമ്പളം കിട്ടണോണ്ട് എന്റെ വക ട്രീറ്റ് ഇന്ന്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീയില്ലാണ്ട് നമുക്കൊരു പരിപാടിയില്ല. എന്തിട്ട് കോപ്പായാലും വേണ്ടില്ല, ഇന്ന് വരിക. അതൊന്നും നോക്കണ്ട, ഇന്ന് വന്നോ. എന്തായാലും നീ ഇല്ലാണ്ട് നമ്മള് പരിപാടി ചെയ്യില്ല. എന്തിട്ടായാലും ഇന്ന് വായോ. അതൊന്നും പറയണ്ട. ശരി ശരി, ഇന്ന് നൈറ്റ് വന്നാ മതി. കേട്ടു മോനെ, ഇന്ന് കീശയില് തുട്ട് വീണ ദിവസല്ലേ. ഇപ്പൊ കാവടി തുള്ളാലേ രാത്രി. കാവടിയ പുലിക്കളി എന്താ തുള്ള, ഇന്ന് നൈറ്റ് വായോ. പൊളിക്കപ്പോ ഇപ്പൊ വേണം കേറണോ? സാധനം ഇട്ടിരിക്കണ്ട്, കിട്ടണം കാച്ച സാധനം. ആ കിണ്ണങ്ങാച്ചി ഇപ്പൊ വേണ്ട, ഇപ്പൊ റിസ്കാ, ഓഫീസാ. നമുക്ക് നൈറ്റ് നോക്കാം. അന്ന് പിന്നെ അങ്ങനെയാട്ടെ. ശരിടാ. ശരി ഒന്ന്. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? താനോട് എന്താ കാണിക്കുന്നേ? തന്നെ കൊണ്ട് എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. താൻ ഇവിടെ വേണ്ട. യു ജസ്റ്റ് ലീവ് ഫ്രം ഹിയർ. യു ആർ ഫയർഡ്. ഹലോ, ഹലോടാ. പറയണ ചോലേ. അതെ, ഒരു ചെറിയ പണി കിട്ടി. എന്ത് പണിയാടാ നീ ഒപ്പിച്ചവിടെ? ജോലി പോയി. എന്ത് ജോലി പോയിന്നാ? ഒന്നും പറയാല്ലേ, ജോലി പോയി. എനിക്ക് പെട്ടെന്ന് എന്തായാലും ജോലി വരെയൊക്കെ പറ്റുമോ? നിനക്കിപ്പോ പെട്ടെന്ന് ജോലി വേണമെന്ന് പറഞ്ഞാ നിനക്ക് കുറച്ച് പൈസ റെഡിയാക്കാൻ പറ്റുമോ? കുറച്ചെന്ന് പറയുമ്പോ ഒരു 2 ലക്ഷം ഒക്കെ മതിയാവും. 2 ലക്ഷോ? ആടാ, ഹൈദരാബാദിലെ ടോപ്പ് കമ്പനിയിലെ ടോപ്പ് പൊസിഷനാ നമുക്ക് വരിക. HR-നെ എനിക്ക് അറിയണതാ. നീ 2 ലക്ഷം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാനിത് അങ്ങോട്ട് റെഡിയാക്കി തരാം. കാര്യം മനസ്സിലായി, പക്ഷെ 2 ലക്ഷം മോനെ, നീ നിന്റെ അപ്പനെ വിളിക്കടാ. അപ്പന്റെ കുറെ പൈസ ഉണ്ടാവില്ലേ? നീ അപ്പനോട് ചോദിച്ചു സെറ്റ് ആക്കാന്ന്. എന്നിട്ട് എന്നെ വിളിക്കേ. അപ്പനോടൊക്കെ ചോദിക്കാന്ന് പറയുമ്പോ നീ ഒന്നും നോക്കണ്ട മോനെ, വേഗം വിളിച്ച് സെറ്റ് ആക്കി. വേറെ തത്തമ്മ കൊണ്ടുപോണ പോലെ കൊണ്ടുപോണ ശോഭ. ഓക്കെ ശരി, ഞാൻ ചോദിച്ചോട്ടെ. 2 ലക്ഷം അപ്പനെ വിളിക്കാനെ, വേറെ വാങ്ങല്ലേ. ഹലോ അപ്പച്ച. എന്ത് ജോലി ഈ നേരത്ത്? 2 ലക്ഷം വേണം. എന്ത് 2 ലക്ഷം? എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 2 ലക്ഷം. അല്ല, നീ ജോലിക്ക് പോയതല്ലേ? ഇപ്പൊ ഞാനിന്നാണ് നിനക്ക് പൈസ തരണേ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. 2 ലക്ഷം വേണം, അത്യാവശ്യം അറിയാ. എന്റെ ആവശ്യം പറ, എന്താ സംഭവം പറയേ. ആവശ്യം പറയാനൊന്നും നേരില്ല അപ്പച്ച. 2 ലക്ഷം പെട്ടെന്ന് വേണം എനിക്ക്. മോനെ നീ പറയേ, എന്താ സംഭവം പറയേ. എന്റെ അപ്പച്ച ഒരു 2 ലക്ഷം തരാൻ പറ്റുമോ? ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലേ, 2 ലക്ഷം ചോദിച്ചേ. മോന് ജോലി പറഞ്ഞു മനസ്സിലാക്കും. അപ്പച്ചനെ പള്ളിയിലും അവിടെയൊക്കെ കൊടുക്കാൻ കുറെ കാശുണ്ടല്ലോ. 2 ലക്ഷം ഞാൻ ചോദിക്കണല്ലോ, അതൊന്നും പെട്ടെന്ന് തരുമോ? എനിക്കറിയാലോ അപ്പന്റെ അവസ്ഥ. ഞാൻ എവിടുന്ന് പൈസ എടുത്ത് തരാനാ? എവിടെങ്കിലും നീ ചോദിച്ചാ എവിടെങ്കിലും ഒക്കെ എടുത്ത് തരാ. ആ വീടെങ്ങനെ പണയം വെക്കേ, അല്ലെ പറമ്പ് പണയം വെക്കേ, എന്തുട്ടെങ്കിലൊക്കെ ചെയ്യേ. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണം. മക്കള് എന്തൊക്കെ കാര്യം? അപ്പന്റെ മോന് ഞാനല്ലേ, ഞാന് എന്റെ കാര്യം നോക്കാതെ എന്നിട്ട് അപ്പന്റെ കാര്യം നോക്കിയ പോലെ. മോനെ നീ പറഞ്ഞു കേക്ക്. എനിക്ക് പറഞ്ഞേക്കാൻ നേരല്ല. 2 ലക്ഷം തരാൻ പറ്റുമോ? എന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഇതന്നെ പറയല്ലേ, എനിക്ക് 2 ലക്ഷം വേണമെന്ന്.
ഞാൻ ഈ നേരത്തെ പൈസ ഞാൻ എവിടെ ഉണ്ടാക്കാനാ? എന്നാ വെച്ചിട്ട് പോ. ഹലോ, അതുപോലെ പൈസ റെഡിയാ? പൈസ ഇല്ല. പിന്നെ ബ്രോയ്ക്ക് എങ്ങനെ റോൾ ചെയ്യാൻ പറ്റുമോ? എന്റെ എങ്ങനെയാണ് അത്രയും പൈസ? നീ പൈസ നിങ്ങളൊക്കെ റെഡിയാക്ക്, എന്നിട്ട് എന്നെ വിളിച്ചാ മതി. അല്ലാണ്ട് നീ വിളിക്കണ്ട കേട്ടോ അതുപോലെ. അങ്ങനെ പറയല്ലേ. നീ പൈസ കൊണ്ട് വന്നാ മതി മോനെ. അല്ല ഇത് ഇപ്പൊ എടുക്കണേ, എങ്ങനെയും റൗണ്ട് വരാം. ഇത് ഉണ്ടാവണ്ട, നിന്റെ അപ്പനെ കിട്ടിയില്ലേ? അതൊന്നുമില്ല, പ്ലീസ് എങ്ങനെയും നീ വച്ചിട്ട് പോയി ചോല, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. ഇല്ല. ഹലോ ഹലോ, സാറെന്താ ഇവിടെ? സാറെന്താ റൂമിൽ പോയില്ല? എന്തു പറ്റി സാറേ? സാർക്ക് അറിയാമോ എന്താ പറ്റിയ? എന്റെ ജോലി പോയി ചേട്ടാ. ഒരു ജോലി പോയാലാണോ സാർ എങ്ങനെ കറിയുന്നത്? ഒരു ജോലി പോയ വേറെ ജോലി. ഇവിടെ കുറെ ജോലിയുണ്ട് സാറേ. ഈ കമ്പനി അല്ലെങ്കിൽ വേറെ കമ്പനി. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ പറ്റിച്ചു ചേട്ടാ. കാശൊക്കെ തീർന്നു. മോനൊന്ന് നാട്ടിൽ പോയിട്ട് വാ. അപ്പച്ചനും അമ്മേനെയൊക്കെ കണ്ട് ഒന്ന് നാട്ടിൽ പോയിട്ട് വാ. നാട്ടിലേക്കൊന്നും പോവാൻ പറ്റില്ല ചേട്ടാ. എന്തു പറ്റി? അപ്പനായിട്ടൊക്കെ തെറ്റിയിരിക്കുക. മക്കൾ ചെയ്ത് തെറ്റ് അപ്പച്ചനല്ലാതെ വേറെ ആരോടെ ക്ഷമിക്കുക? ഞാനും ഒരു അപ്പനോടാ, എനിക്കുണ്ട് മക്കള്. മോന് നാട്ടിൽ പോയിട്ട് വാ. ജോലിയല്ലേ, അതെല്ലാം ശരിയാക്കി എടുക്കാം. നാട്ടിൽ പോയി അപ്പച്ചനമ്മയൊക്കെ കണ്ട് ഒന്ന് പോയിട്ട് വാ. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല.